എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലിനി. നമുക്ക് പാർട്ട് 3ലേക്ക് കിടക്കാം. അതായത് നമ്മൾ നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ടാലിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അക്കൗണ്ടൻ്റ് ആകാൻ കഴിയും, പക്ഷെ നമുക്ക് അക്കൗണ്ട്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ വേണമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ഒരു 7 ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഓരോന്നായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അസറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അസറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അസറ്റ്സ് 2 തരത്തിലുണ്ട്. അതായത് ഫിക്സ്ഡ് അസറ്റ്സും ഉണ്ട്, കറണ്ട് അസറ്റ്സും ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചേഴ്സ് ഒരു ലോങ് പീരീഡിൽ നിലനിൽക്കുന്നതെല്ലാം ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെല്ലാം അസറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മണി വാല്യൂ ഉള്ള എന്തിനേയും നമുക്ക് അസറ്റ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്സ് ലോങ് പീരീഡിൽ നിലനിൽക്കുന്നവയെല്ലാം ഫിക്സഡ് അസറ്റ്സ് ആണ്. ഷോർട്ട് പീരീഡിൽ നിൽക്കുന്ന അസറ്റ്സ് ഒക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങോട്ട് പണം തരാനുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് ടേമിംഗ് അനുസരിച്ച് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയും. നമുക്ക് പണം തരാനുള്ളവർ. ക്യാഷ് ഒരു കറണ്ട് അസറ്റ്സ് ആണ്. സ്റ്റോക്ക്, ഒരു സ്ഥാപനത്തിനകത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കറണ്ട് അസറ്റ് ആണ്. ഇതൊക്കെ ഷോർട്ട് പീരീഡിനുള്ളിൽ കിട്ടാവുന്ന അസറ്റ്സുകളാണ്. അടുത്ത ടേമിനെ കുറിച്ച് മനസ്സിലാക്കാം. പണത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന അടുത്ത മെയിനായിട്ടുള്ളൊരു ടേമാണ് ലയബിലിറ്റി. ലയബിലിറ്റി ഇതുപോലെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും. ലോങ് ടേം ലയബിലിറ്റിക്ക് അകത്ത് വരുന്ന കാര്യങ്ങൾ, നമ്മളൊരു ദീർഘകാലം വായ്പ എടുക്കുന്നു, ദീർഘകാലത്തേക്ക് നമ്മൾ വായ്പകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ലോങ് ടേം. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ വായ്പ എടുത്ത് നമ്മുടെ ബിസിനസ്സിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു ബാധ്യത ഉണ്ടെങ്കിൽ അത് ലോങ് ടേം. ലോൺ ഫ്രം ബാങ്ക്, ഇതൊക്കെ ലോങ് ടേം ലയബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പം സൺട്രി ക്രെഡിറ്റേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണെന്നുള്ളത് സപ്ലയർ ആണ്. നമുക്ക് സാധനങ്ങൾ തരുന്ന ആൾക്കാർ സപ്ലയർ. നമ്മൾ പേയ്മെൻറ്റ് അവർക്ക് നടത്തിയിട്ടില്ല, അപ്പം നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ്. ഷോർട്ട് പീരീഡുകളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് വിളിക്കുന്നു എന്ന് പറയും. കറണ്ട് ലയബിലിറ്റിക്കകത്ത് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ എന്ന് പറയും. വേറൊരെണ്ണം ബിൽസ് പേയബിൾ. ഇപ്പം ഇതെന്തുവാന്നുള്ളത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമലി ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്ന ഒരാൾ, അക്കൗണ്ടൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളെ യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഒരു ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാകുമ്പോൾ അസറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ സൺട്രി ഡെറ്റേഴ്സ്. നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ തരുന്ന ആൾക്കാർ, അതായത് നമുക്ക് സാധനങ്ങൾ തരുന്നവർ, പർച്ചേസ് ചെയ്യുന്ന ആരിൽ നിന്നാണോ അവർ നമ്മുടെ സപ്ലയേഴ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് സൺട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഒരു അത്യാവശ്യം ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എക്സ്പെൻസ്. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സ്ഥാപനത്തിന് അകത്തുണ്ടാകുന്ന ചെലവുകളാണ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഈ 2 തരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. ഒന്ന് ഡയറക്റ്റും, രണ്ടാമത്തത് ഇൻഡയറക്റ്റ്. എന്താണ് ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഡയറക്റ്റിൻ്റെ താഴെ ഞാൻ വേജസ് എന്നിട്ടു, ഇൻഡയറക്റ്റിൻ്റെ താഴെ ഞാൻ സാലറി എന്നിട്ടു. ഇത് 2ഉം വേതനമാണ്. പക്ഷേ ഈ 2ഉം കൊടുക്കുന്ന രീതിക്കും അക്കൗണ്ട് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വേജ് എങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറയുന്നു, സാലറി എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് ആണെന്ന് പറയുന്നു. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മാനുഫാക്ചറിങ് കൺസേൺ എടുക്കാം. ഒരു മാനുഫാക്ചറിങ് കൺസേൺ. ഈ മാനുഫാക്ചറിങ് കൺസേണിനകത്ത് മെയിൻലി നടക്കുന്നൊരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ ഉണ്ട്.
അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് നടക്കുന്നത്? പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇതാണ് ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി പിന്നെ നമ്മളത് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുന്നത് നമുക്കിവിടെ അതിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് പേര് പറയാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒരു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊരു ഓഫീസ് ഏരിയ ആണ്. ഇതൊരു ഓഫീസ് ഏരിയ ആണ്. ഈ ഓഫീസ് ഏരിയയിലുള്ള ആൾക്ക് കൊടുക്കുന്ന വേതനം, അതിനെ നമുക്ക് സാലറി എന്ന് വിളിക്കാം. ഓക്കെ. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന വേതനം വേജ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്? ഒരു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് കണക്റ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളാണ് അവിടുത്തെ വേജ്. അവിടെ ലേബറിന് കൊടുക്കുന്നതാണ് വേജസ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് എക്സ്പെൻസാണ്, അതായത് ബിസിനസ്സുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഓഫീസ് സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന സാലറി എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം ഈ പ്രൊഡക്ഷനുമായിട്ട് കണക്റ്റ് ആയിട്ടല്ല ഈ സാലറി വരുന്നത്, ബിസിനസ് ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റ് ആകുന്ന ചിലവുകൾ. കണക്റ്റ് ആവുന്ന ചിലവുകൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നവയൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നു. നേരിട്ടല്ലാതെ ഉണ്ടാകുന്ന ചിലവുകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് ചാർജ്, സെയിൽസ് പ്രൊമോഷണൽ എക്സ്പെൻസ്, കൊറിയർ ചാർജ്, സാലറി, ഇങ്ങനെ വരുന്നതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെന്ന് പറയുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഇൻകത്തെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു സർവീസ് ഓർഗനൈസേഷൻ എടുക്കാം. ഒരു സർവീസ് ഓർഗനൈസേഷൻ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ട്യൂഷൻ സെൻറ്റർ എടുക്കാം. ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത് ഒരു സർവീസ് ഓർഗനൈസേഷനാണ് ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന മെയിനായിട്ടുള്ള ഇൻകം, ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫീസ്, ഇതൊരു ഡയറക്റ്റ് ഇൻകം ആണ്. ഇതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആകുന്ന ടൈം എപ്പോഴാണ്? ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനായിട്ട് നേരിട്ട് കണക്റ്റ് ആവുന്ന അവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഇൻകമാണ് ഡയറക്റ്റ് ഇൻകം. അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻകം നമുക്ക് റിസീവ് ചെയ്യുവാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്ന ഹെഡിലേക്കായിരിക്കും മാറ്റപ്പെടുന്നത്. നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നതിനെ കുറിച്ചൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡയറക്റ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സുമായിട്ട് നേരിട്ട് കണക്റ്റ് ആവുന്ന ഇൻകമാണ് ഡയറക്റ്റ് ഇൻകം. ഒരു കൺസേൺഡ് ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ നടക്കുന്ന മെയിൻ ആക്ടിവിറ്റിയിൽ ഉള്ള വരുമാനമാണ് ഡയറക്റ്റ് ഇൻകം. അതല്ലാതെ കിട്ടുന്ന വരുമാനമാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം. അത് മനസ്സിലാക്കിയാൽ മതി. ഒരു ഓർഗനൈസേഷനായിട്ട് മെയിൻ ആക്ടിവിറ്റി ആയിട്ട് കണക്റ്റ് ആവുന്ന ചിലവുകൾ ഡയറക്റ്റ് എക്സ്പെൻസും, അത് അല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻറ്റ് ആണെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 7 അക്കൗണ്ടിങ് ടേംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ, അസറ്റ്സ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളെങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എൻട്രി ഫോർമേഷനിലേക്ക് കടക്കാം. നമ്മളുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.